ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും 4 വർഷത്തോളമായി മന്ത്രാലയത്തിലെ രേഖകൾ പുതുക്കാത്തതിനെ തുടർന്നാണ് ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തിയ 15,000 കമ്പനികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം കമ്പനികളിൽ നിന്ന് 5,000 ദിനാർ വീതം പിഴ ഈടാക്കാനും മതിയായ രേഖകൾ ഹാജരാക്കുന്നതുവരെ കമ്പനി ഉടമകൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താനും മന്ത്രാലയം ശുപാർശ ചെയ്യുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. മതിയായ രേഖകൾ സമർപ്പിക്കാത്തത് മൂലം 2009 മുതൽ ഈ കമ്പനികളുടെ പ്രവർത്തനം മരവിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതോടെ ഉദ്ദേശം 1.5 ലക്ഷം വിദേശ തൊഴിലാളികളെങ്കിലും നാടുകടത്തലിന് വിധേയരാകുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. അതേസമയം സ്പോൺസർ ഒളിച്ചോട്ട പരാതി നൽകിയാൽ 2 മാസം കാത്തുനിന്ന ശേഷമേ ഇഖാമ റദ്ദാക്കൂ എന്ന ചട്ടം നിലവിൽ വന്നതായി തൊഴിൽ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഒളിച്ചോട്ട പരാതി നൽകിയ സ്പോൺസർമാർ തൊഴിലാളികളെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ നൽകുന്നുവെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് പുതിയ നിബന്ധന കൊണ്ടുവന്നത്. പരാതി ലഭിച്ച് 2 മാസത്തിനുള്ളിൽ തൊഴിൽ മന്ത്രാലയത്തിലെ സൂപ്പർവൈസർമാർ ചുരുങ്ങിയത് 3 തവണയെങ്കിലും തൊഴിൽ സ്ഥലത്തെത്തി ഇതര ജോലിക്കാരുമായി ആശയവിനിമയം നടത്തണമെന്നും പരാതിയുടെ നിജസ്ഥിതി ഉറപ്പുവരുത്തണമെന്നും നിഷ്കർഷിക്കുന്നതാണ് പുതിയ ചട്ടം. ഒളിച്ചോട്ട പരാതി സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം നേരത്തെ മന്ത്രാലയം മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം